അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് എന്താന്ന് പറഞ്ഞു. അതിൽ ഓരോ ടേംസും നമ്മൾ വിശകലനം ചെയ്തുകൊണ്ട് പോവാണ്. അത് എന്താണ്, ഓരോ വേരിയബിളും എന്താണ് മീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ വൾണറബിലിറ്റി അസസ്മെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ പ്ലാനിങ് ഈസ് ദി സെൻട്രൽ ആസ്പെക്ട് ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. ഇപ്പോൾ വാട്ട് ഈസ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വേരിയബിൾസ് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ എഴുതാം. അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്. റാഷണലൈസേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് അപ്പാരറ്റസ് ആൻഡ് കോർഡിനേഷൻ ആർ എസെൻഷ്യൽ റിക്വയർമെന്റ്സ്. Unnecessary proliferation of agencies should be avoided. As far as the coordination is concerned, there is no one way of instituting it. Each state has to work it out as per the facilities at hand, implying scope and requirements regarding to the same to produce the best possible state. A central coordinating agency providing for interministerial coordination as per the professions regard. ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ ഒരു ദുരന്തത്തിൽ ഒരു വകുപ്പ് മാത്രമല്ല ഉൾപ്പെടുന്നത്, അല്ലേ? ദുരന്ത നിവാരണത്തിന് വേണ്ടി അവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡ്, അതുപോലെ എന്താണ് അവിടുത്തെ ആഭ്യന്തര വകുപ്പ്, പോലീസ്, അതുപോലെ മിലിറ്ററി, ഹെൽത്ത്, ഇങ്ങനെയുള്ള പല ആൾക്കാരും ആ ഒരു ദുരന്തത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഒരു കോർഡിനേഷനോടുകൂടി ഒരു ഫ്രെയിം വർക്കിനകത്ത് നടപ്പിലാക്കുകയാണെങ്കിൽ അതെന്താവും, നല്ല രീതിയിൽ നടക്കും, അല്ലേ? ഇപ്പോൾ ഒരു ദുരന്തം നടന്നു എന്ന് വിചാരിക്കും, ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി, പോലീസുകാർ നോക്കി നിൽക്കുകയാണ്, അവരൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താവും, നാട്ടുകാരൊക്കെ ഇടപെട്ട് അവിടുത്തെ അവസ്ഥ അതിലും രൂക്ഷമാവും. അപ്പം കറക്റ്റ് അവിടെ നിയന്ത്രിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്, അല്ലേ? പോലീസിൻ്റെ റോളുണ്ട്. അതുപോലെ മെഡിക്കൽ ടീം, അവരുടെ ഡ്യൂട്ടി എന്താണ്, അവിടെയുള്ള ആൾക്കാർക്ക് പ്രാഥമിക ശുശ്രൂഷ കൊടുക്കുക, അതുപോലെ അവരെ വേണ്ടടുത്ത് കൊണ്ടാക്കുക, അവിടത്തേക്ക് കറണ്ട് കണക്ഷൻ എത്തിക്കുക. അവിടെ ഒരു വൈദ്യുതി ഏരിയ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അവിടത്തേക്ക് ആവശ്യത്തിന് കറണ്ട് എത്തിച്ചു കൊടുക്കുക, വെള്ളം എത്തിക്കുക, ഫുഡ് എത്തിക്കുക, അതുപോലെ നിയമസഹായം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലേ? അതുപോലെ ജിയോളജിക്കൽ വകുപ്പിൻ്റെ ആൾക്കാർ, ഇപ്പം കടലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നമാണെങ്കിൽ നമ്മുടെ കടൽ തുറമുഖ വകുപ്പ് മന്ത്രി, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ അതിൽ ഇടപെടണം. സോ അങ്ങനെ ഓരോ വകുപ്പുകളുടെയും കോർഡിനേഷനാണ്, അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് എല്ലാ സ്റ്റേറ്റിനും ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇൻഫർമേഷൻ സിസ്റ്റംസ്. Information coalition is the requirement since information comes from many sources, such as, in the case of India, from the Ministers of Health and Agriculture regarding nutritional stats and crop production, and the meteorological officers regarding forecast. There is a need of central coordinating agency in the respect for speedy response and timely mitigation action. അതായത് ഇൻഫർമേഷൻ, അല്ലെ, ഒരു ദുരന്തം നടക്കുന്നിടത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്ലാനിങ്ങിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രിപ്പയർഡ്നെസ്സിൽ നമ്മുടെ ഇൻഫർമേഷൻ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ ഒരു ദുരന്തം നടക്കുന്നതിന് മുമ്പ് തന്നെ, പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനു വേണ്ടിയുള്ള എങ്ങനെ ഒരു ദുരന്തം ജനങ്ങളിലേക്ക് എത്തിക്കാം, അറിയിക്കുക എന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സോ ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ സിസ്റ്റങ്ങൾക്കും വളരെയധികം പ്രാധാന്യം ഉണ്ട്. അതിനൊരു സെൻട്രൽ കോർഡിനേഷൻ ഉണ്ടാവണം, അല്ലേ? ഇപ്പം നമുക്ക് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമുണ്ട്, അല്ലേ, കേന്ദ്രത്തിന്റെ. അതുപോലെ കടലിനെ കുറിച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് സെൻട്രൽ ഓഫീസേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിലുണ്ട്. അപ്പോൾ ഇവരുടെ ഇമ്പോർട്ടൻസ് വളരെയധികമാണ്. ഓക്കെ, അപ്പൊ ആദ്യം പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഒരു പ്രിപ്പയർഡ്നെസ്സിന്റെ ഭാഗമായിട്ട് എല്ലാ ഓഫീസുകളുടെയും ഒരു കറക്റ്റ് കോർഡിനേഷൻ ഉണ്ടാവണം. രണ്ടാമത്തത് ഇൻഫർമേഷൻ സിസ്റ്റംസ്, പ്രിപ്പറേഷന്റെ ഭാഗമാണ് ഇൻഫർമേഷൻസ് ആളുകളിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിക്കുക, അല്ലെ? ഇപ്പൊ ഒരു ചുഴലിക്കാറ്റ് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുഴലിക്കാറ്റ് ഇത്ര മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തും, അത് അറിയിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതാണ് ഈ ഇൻഫർമേഷൻ സിസ്റ്റംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് റിഗാർഡിംഗ് റിസോഴ്സസ്. Written agreement should be solicited for surety. The critical issues involved in this regard, in the forms of Sharma 1998, the special arrangements for the acquisition and disbursement of funds, policies and arrangements for the acquisition and disbursement, the policies and agreements
for the use of others occupied and services and emergency funding strategies. A special emergency contingency fund would help. Since supplies cannot be stockpiled or there could be for unseen requirements. ഈ റിസോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന വേറൊന്നുമല്ല, ഒരു ദുരന്തം നടക്കുന്നു ഉറപ്പുള്ള സ്ഥലത്തേക്ക് അതിനനുസരിച്ചുള്ള ഫണ്ടുകൾ ഉണ്ടാവണം, സ്രോതസ്സുകൾ ഉണ്ടാവണം അല്ലെ. അപ്പൊ അതിന് ഫണ്ട് വേണം. ഇപ്പൊ ഒരു സുനാമി നടക്കും എന്ന് പറയുന്ന ഒരു ഏരിയ ആണെങ്കിൽ അവിടെ അതിനൊത്ത് പുലിമുട്ടുകൾ നിർമ്മിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതിന്റെ ആവശ്യമുണ്ട്. അതുപോലെ ലാൻഡ് സ്ലൈഡ് നടക്കുന്നിടത്ത് റിട്ടൈനിങ് വാൾ, ഇല്ലെങ്കിൽ അവിടെ എങ്ങനെ മണ്ണ് സംരക്ഷിക്കാം ഒലിച്ചു പോവാണ്ട്, ഇങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊത്ത പണം ആവശ്യമാണ്. അതാണ് ഈ റിസോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോണായിട്ട് ജനങ്ങളിലേക്ക് എങ്ങനെ പൈസ എത്തിക്കാം, ഇല്ലെങ്കിൽ എങ്ങനെ ദുരന്തം കുറക്കാൻ വേണ്ടി പൈസ ഉപയോഗിക്കാം. അത് ദുരന്തത്തിന് മുമ്പ് മാത്രമല്ല, ദുരന്തത്തിന് ശേഷവും ആവശ്യമാണ് അല്ലെ. ഇപ്പൊ ഡിസാസ്റ്റർ എന്ന് പറയുന്ന സംഭവം സംഭവിച്ചു, അത് കഴിഞ്ഞിട്ട് നമ്മൾ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾക്ക് ആ ഒരു റിഹാബിലിറ്റേഷൻ ഇല്ലെങ്കിൽ അവരൊരു തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറ്റുള്ളൂ. അടിയന്തര സഹായം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടാവും പൈസകൾ പ്രഖ്യാപിക്കുന്നത് അല്ലെ. ഇപ്പൊ അടുത്ത് പ്ലെയിൻ ക്രാഷ് ഉണ്ടാക്കിയപ്പോൾ ആളുകൾക്ക് 5 ലക്ഷം വെച്ചും 10 ലക്ഷം വെച്ചൊക്കെ കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. അടുത്തത് വാർണിംഗ് സിസ്റ്റംസ്. Government should look at alternative communication requirements such as police wireless, amateur radio, as normal communication disrupted due to damage to poles, underground cables. Indigenous knowledge regarding impending disasters based on the factors such as animal behavior, etc. should not be underestimated. വാർണിംഗ് സിസ്റ്റം. ഇപ്പോൾ പ്രിപ്പയർഡ്നെസ്സിൽ പ്രധാനമാണ് വാർണിംഗ് കൊടുക്കുക എന്നുള്ളത്. നേരത്തെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു അല്ലെ, എങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് എങ്ങനെ ജനങ്ങൾക്ക് വാർണിംഗ് കൊടുക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ചില സമയത്ത് മഴ വരുന്നതിന് മുമ്പ് അങ്ങനെയുള്ള സമയങ്ങൾക്കൊക്കെ പക്ഷികളൊക്കെ ശബ്ദം ഉണ്ടാക്കുന്നത്, ഇപ്പൊ വേഴാമ്പല്, മഴ വരുന്ന സമയമാകുമ്പോൾ വേഴാമ്പല് വരും എന്നൊക്കെ പറയലുണ്ട്. അതുപോലെ മൃഗങ്ങളുടെ ശബ്ദമായാലും ഇല്ലെങ്കിൽ പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങളും ഇങ്ങനെയുള്ള പോലീസ് വയർലെസ് ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിച്ച് വേണം. ഇതിനൊക്കെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് വാർണിംഗ് കൊടുക്കുന്നതിൽ എന്നാണ് പറയുന്നത്. ഇത് മാത്രമല്ല ഈ വാർണിംഗ് സിസ്റ്റത്തിൽ പറയുന്നത്, ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഫോണൊക്കെ മഴക്കാലത്തൊക്കെ ഓഫായി പോയി എന്നൊക്കെ വിചാരിക്കുക. ആളുകളുടെ ഫോൺ റേഞ്ച് പ്രശ്നം കൊണ്ടൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പക്ഷെ നമുക്ക് ആളുകളെ വാൺ ചെയ്യണം. എങ്ങനെ വാൺ ചെയ്യാം? അതിനുവേണ്ടി പോലീസ് വയർലെസ്, അതുപോലെ റേഡിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. റിഗാർഡിംഗ് റെസ്പോൺസ്, ദ സ്പെസിഫിക് ആക്ടിവിറ്റീസ് ഇൻവോൾവ്. അടുത്തത് റെസ്പോൺസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ പറയുന്നത് evacuation procedures, search and rescue, security affected areas, assessment teams, activating special installations such as emergency hospital facilities, preparing emergency reception shelters, activating emergency programs for airports, harbors and land transport. അപ്പോൾ ദുരന്തത്തിന് എന്താണ്, നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സൈക്കിൾ ആദ്യം പഠിച്ചത് എന്താണ്? പ്രിപ്പയർഡ്നെസ്. നെക്സ്റ്റ് വരുന്ന ഏതാണ്? റെസ്പോൺസ് ആണ് അല്ലേ, മിറ്റിഗേഷൻ ഓർ റെസ്പോൺസ്. ആ ഭാഗത്ത് വരുന്ന എന്തൊക്കെയാണ്? സെർച്ച്, റെസ്ക്യൂ. ഇപ്പൊ ഒരു ദുരന്തം നടന്നു, അതിനോട് നമ്മൾ പ്രതികരണം, ആ പ്രതികരണത്തിൽ വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത്. സെർച്ച് ആൻഡ് റെസ്ക്യൂ, പിന്നെ സെക്യൂരിറ്റി അഫക്റ്റഡ് ഏരിയാസ് ഒക്കെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ. A range of services is required, ranging from basic services like food and shelter, medical supplies, sanitation, to special requirements for vulnerable segments like children, to logistics such as tents, storage facilities, transport, etc. അപ്പോൾ അതിന്റെ റെസ്പോൺസ്, ഇപ്പോൾ ഒരു ദുരന്തം നടന്നു എന്ന് വിചാരിക്കാം, നമ്മൾ വാർണിംഗ് കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. നെക്സ്റ്റ് അതിന്റെ റെസ്പോണ്ട് ചെയ്യണം. ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു, നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഇവാക്യുവേഷൻ പ്രൊസീജിയേഴ്സ്, അവിടുന്ന് കുടിയൊഴിപ്പിക്കൽ എന്നുള്ള കാര്യം. അതുപോലെ സെർച്ച് ചെയ്യുക, റെസ്ക്യൂ ചെയ്യുക. സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെത്തുക. അതുപോലെ റെസ്ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ രക്ഷിക്കുക. ഓക്കെ. പിന്നെ സെക്യൂരിറ്റി അഫക്റ്റഡ് ഏരിയാസ്, അസസ്മെന്റ് ടീംസ്, ഓരോന്നിനും അസസ് ചെയ്യാനുള്ള ടീംസിനെ പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയറിംഗ് എമർജൻസി റിസപ്ഷൻ ഷെൽട്ടേഴ്സ്, അതായത് എന്തെങ്കിലും ദുരന്തം സംഭവിച്ചെടുത്ത് ഷെൽട്ടേഴ്സ് ഉണ്ടാക്കും അല്ലെ, ടെമ്പററി ആയിട്ട് അവിടേക്ക് നിൽക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും. അടുത്ത പറയുന്നത് പബ്ലിക് എഡ്യൂക്കേഷൻ. ഇറ്റ് ഹാസ് ടു കവർ സ്കൂൾസ്, എക്സ്റ്റൻഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ വില്ലേജസ് ആൻഡ് എക്സ്പേർട്സ് സച്ച് ആസ് എഞ്ചിനീയേഴ്സ്, ആർക്കിടെക്ചേഴ്സ്,
etc. The role of media is especially emphasized in generating awareness of disasters and how to deal with them among the common people. അപ്പോൾ ഇതിൽ പ്രിപ്പയർഡ്നെസ്സിൽ തന്നെ വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പബ്ലിക് എഡ്യൂക്കേഷൻ. ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക. ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾക്ക് ബോധവൽക്കരണം നടത്തുക. നിങ്ങളുടെ ഏരിയയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം, ഇല്ലെങ്കിൽ കേരളത്തിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മൾ അതിനനുസരിച്ച് പെരുമാറണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ. അടുത്തത് റിഹേഴ്സൽസ്. റിഹേഴ്സൽസ് എന്ന് പറഞ്ഞാൽ ആർ അബ്സല്യൂട്ട്ലി നെസസറി ഫോർ എഫക്റ്റീവ് പ്രിപ്പയർഡ്നെസ്. ഫോർ എക്സാമ്പിൾ, ആസ് ന്യൂസ് റിപ്പോർട്ടേഴ്സ് ഇൻ ജപ്പാൻ, they are rehearsing catching wild animals and serpents to get out of zoos during earthquakes there. Such kinds of exercises are vital for dealing effectively with real life situations. Rehearsals എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂമി കുലുക്കം ഉണ്ടായി, ഇല്ലെങ്കിൽ ഒരു ആള് ബിൽഡിങ്ങിന്റെ മുകളിൽ കുടുങ്ങിപ്പോയി, ഇല്ലെങ്കിൽ ഒരു കാട്ടിലകപ്പെട്ടു പോയി, അയാൾക്ക് എങ്ങനെ രക്ഷപ്പെടാം അല്ലെ? ഫോർ എക്സാമ്പിൾ ഭൂമി കുലുക്കം എന്ന് വിചാരിക്കാം. ഭൂമി കുലുക്കത്തിൽ ഒരു ബിൽഡിംഗ് തകർന്ന് വീഴാൻ പോവാണ്. അപ്പൊ ആളെങ്ങനെ രക്ഷപ്പെടും? ഒരു ബിൽഡിങ്ങിന്റെ അകത്തുള്ള ആള് എങ്ങനെ രക്ഷപ്പെടും? അയാൾക്കൊന്ന് ഭൂമി കുലുക്കം വരുന്ന സമയത്ത് ഡെസ്കിന്റെയോ അങ്ങനെയുള്ളതിന്റെ അടിയിൽ ഒളിച്ചിരിക്കാം, കാരണം വലിയ സാധനങ്ങളൊന്നും തലയിൽ വീഴാണ്ടിരിക്കാൻ. അതുപോലെ ഇപ്പോ ഒരാള് ആക്സിഡന്റ് ആവാൻ പോവാണ്, അപ്പൊ ആക്സിഡന്റ് തടയാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാം? ഒരു സുനാമി വരുമ്പോൾ അതിനു മുമ്പ് റിഹേഴ്സൽസ് ചെയ്യും. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അപ്പം ചെയ്യാന്ന് ഒരു പ്രാക്ടിക്കൽ രീതിയിൽ ചെയ്യും. അതാണ് റിഹേഴ്സൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് ജപ്പാനില് എർത്ത് ക്വേക്കിന്റെ സമയത്ത് എന്ത് ചെയ്യും? മൃഗങ്ങളൊക്കെ ഈ കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ടു പോകും അല്ലെ? അപ്പോൾ അതിനെ പിടിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, എക്സസൈസ് പോലെ. അതാണ് റിഹേഴ്സലിന് ഇവിടെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത്. അടുത്ത പറയാനുള്ളത് ടുവേർഡ്സ് പ്രിപ്പയർഡ്നെസ്. അതിൽ കുറച്ച് ഇന്ത്യയുടെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എഫക്റ്റീവ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ഇസ് എ ഡൈനാമിക് കമ്മിറ്റ്മെന്റ് ആൻഡ് ഓർ റിക്വയർമെന്റ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു മെയിൻറ്റെയിൻ ആഡ്വക്കേറ്റ് പ്രിപ്പയർഡ്നെസ് ലെവൽസ് അണ്ടർ സർക്കംസ്റ്റാൻസസ് where the disaster threat is low and or very infrequent. Some aspects of preparedness. അപ്പോൾ പ്രിപ്പയർഡ്നെസ് എന്ന് എസ്സേ വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താണ് പ്രിപ്പയർഡ്നെസ്, അതിൻ്റെ പ്രധാനപ്പെട്ട വേരിയബിൾസ്. അടുത്തതാണ് സം ആസ്പെക്ട്സ് ഓഫ് പ്രിപ്പയർഡ്നെസ് ആണ് പറയാൻ പോകുന്നത്. നാഷണൽ ഡിസാസ്റ്റർ പോളിസി. ദർ ഇസ് a need for a clear and comprehensive national disaster policy which covers all aspects of disaster management spectrum and which ensures that preparedness is given to proper consideration and priority. അതായത് പ്രിപ്പറേഷൻ ഇങ്ങനെ നടത്തിയാൽ പോരാ അല്ലെ? ഒരു ഡിസാസ്റ്ററിന് മുമ്പ് പ്രിപ്പറേഷൻ ഇങ്ങനെ നടത്തിയാൽ പോരാ, അത് പ്രോപ്പറായിട്ട് എന്ത് വേണം? ഒരു പോളിസി തന്നെ ക്രിയേറ്റ് ചെയ്യണം. രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യണം. അതാണ് നാഷണൽ ഡിസാസ്റ്റർ പോളിസി. അങ്ങനെ ഒരു പോളിസി എല്ലാവർക്കും മനസ്സിലാവുന്ന പോലെ കോംപ്രഹെൻസീവ് ആയിട്ട് ഉള്ള പോളിസികൾ ഉണ്ടാവണം. എല്ലാ മേഖലകളും ടച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു പോളിസികൾ ക്രിയേറ്റ് ചെയ്യണം. അതുപോലെ നാഷണൽ ലെജിസ്ലേഷൻ. The special disaster legislation may necessary to ensure that preparedness aspects of national policy are adequately covered and implemented. Disaster legislation is also helps to formalize a clear workable organizational structure so that levels of disaster preparedness are identified. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിനെ കുറിച്ച് തന്നെ പഠിക്കുകയും അതിനെക്കുറിച്ചൊക്കെ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഭരണവിഭാഗം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്റർ ഓർ സെക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓഫീസ് ഉണ്ടാവണം. പിന്നെ അസസ്മെന്റ് ഓഫ് പ്രിപ്പയർഡ്നെസ് ആക്ഷൻ, ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ അസസ് ചെയ്ത് എങ്ങനെയൊക്കെ പുരോഗമിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ അത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. ഏതൊക്കെ? പ്ലാനിംഗ് ഫ്രെയിംവർക്ക്, യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്, ഓപ്പറേഷണൽ ഫെസിലിറ്റീസ് ആൻഡ് സിസ്റ്റംസ്, എക്യുപ്മെന്റ് ആൻഡ് സപ്ലൈസ്, ട്രെയിനിങ്, പബ്ലിക് അവയർനെസ് ആൻഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് അബൌട്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ. എന്താണ്? നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. സെർച്ച് എന്താണ്, റെസ്ക്യൂ എന്താണ്, രണ്ടിൻ്റെയും പ്രത്യേകത എന്താണ് രണ്ടിൻ്റെ ആവശ്യം എന്നുള്ള ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമാണ്.
Search, rescue, and evacuation processes need to be carried out immediately after a disaster strikes a certain area or a building. അതായത് സെർച്ച്, റെസ്ക്യൂ, ഇവാക്വേഷൻ ഈ 3 പ്രൊസീജിയറുകളും എപ്പോഴാണ് നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ദുരന്തം സംഭവിച്ചു, ഒരു പ്രത്യേക സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലെ ദുരന്തം സംഭവിച്ചതിൻ്റെ വളരെ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ സെർച്ച്, റെസ്ക്യൂ, ഇവാക്വേഷൻ എന്നുള്ളത്. There are most immediate critical operations that are usually performed by the local volunteers, voluntary organization and emergency agencies. അപ്പോൾ ഈ പെട്ടെന്ന് എടുക്കേണ്ട കാര്യങ്ങൾ ആണല്ലോ ഇത്. പെട്ടെന്നാണ് അവിടെ ഒരു ഭൂമി കുലുക്കം ഉണ്ടായി, ഒരു ബിൽഡിംഗ് തകർന്നു, അവിടെ കുറേ പേരെ കാണാതായിട്ടുണ്ടാവാം, കുറേ പേരെ രക്ഷിക്കേണ്ടതായിട്ട്. തീപിടുത്തം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? ഇവാക്വേഷൻ ചെയ്യണം, അവിടുന്ന് മാറ്റി പാർപ്പിക്കണം. സെർച്ച് ചെയ്യണം, എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ, ആരെങ്കിലും മിസ്സായിട്ടുണ്ടോ, അപ്പോൾ സെർച്ച് ചെയ്യണം. ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ടോ, അങ്ങനെയാണെങ്കിൽ റെസ്ക്യൂ ചെയ്യണം. ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ഒരു ഡിസാസ്റ്റർ നടന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുന്നത് പൊതുവെ ആരൊക്കെയാണ്? ലോക്കൽ വളണ്ടിയേഴ്സ്, വളണ്ടറി ഓർഗനൈസേഷൻസ്, അതുപോലെ എമർജൻസി ഏജൻസീസ് തുടങ്ങിയ ആൾക്കാരാണ്. ആരൊക്കെ? ലോക്കൽ വളണ്ടിയേഴ്സ്, ആ ഏരിയയിലുള്ള ചെറുപ്പക്കാരൊക്കെ ചെയ്യും. പിന്നെ ആരാണ്? വോളണ്ടറി ഓർഗനൈസേഷൻസ്, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ടാവും, അവരിത് ചെയ്യും. പിന്നെ ആരാ ചെയ്യുക? എമർജൻസി ഏജൻസീസ്, ഇങ്ങനെയുള്ള എമർജൻസി കാര്യങ്ങളിൽ ഇടപെടുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും, അവരും ഇടപെടും. ഓക്കെ. The light search and rescue is a procedure carried out by primary stages, initially to find out persons with injuries lightly damaged in buildings, even without any injuries are needing assistance, and to help them exit. അപ്പോൾ ആദ്യം എന്താണ് സെർച്ച് എന്നാണ് പറയാൻ പോകുന്നത്, സെർച്ചും റെസ്ക്യൂ എന്താണെന്നാണ് പറയാൻ പോകുന്നത്. ഇത് രണ്ടും ഒരു പ്രൊസീജിയറാണ്. എപ്പോൾ ചെയ്യുന്നത്? അറ്റ് പ്രൈമറി സ്റ്റേജ്. ഇനിഷ്യലി ഫൈൻഡ് ഔട്ട് ദ പേഴ്സൺസ് വിത്ത് ഇഞ്ചുറീസ്, ആൾക്കാർ മുറിവുകളും ചതവുകളും ഒക്കെ ആയിട്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിലോ തകർന്ന ബിൽഡിങ്ങിൻ്റെ ഇടയിലോ, ഇല്ലെങ്കിൽ ഇഞ്ചുറി ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവർക്ക് നമ്മളെ ഹെൽപ്പ് വേണ്ടി വരും, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ രക്ഷിക്കുന്നതാണ് ഈ സെർച്ചും റെസ്ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സ്ഥലത്തുനിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വിളിക്കുന്നതാണ് ഈ സെർച്ച് റെസ്ക്യൂ പ്രൊസീജിയേഴ്സ്. If the condition worsens, the local groups are not able to control the situation, then the specialist group with emergency agency have to be called in professional help. And times even the defense forces including Army, Navy, Air Force and the Coast Guard are also called on for help. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ലോക്കലായിട്ടുള്ള ആൾക്കാരാണ് ആദ്യം രക്ഷിക്കാനൊക്കെ വരിക, അല്ലേ? ആദ്യം രക്ഷിക്കാൻ വരുന്നത് ഈ ലോക്കലായിട്ടുള്ള ആൾക്കാരായിരിക്കും. ആ കണ്ടീഷൻ സാധാരണ ആണെങ്കിൽ, ഇപ്പോൾ നമുക്കൊക്കെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും. അത് പറ്റില്ല, അത് കുറച്ചും കൂടി ഭീകരമാണ്. ഇപ്പോൾ ഒരു മണ്ണിടിച്ചിലുണ്ടായി 10-30 ആൾക്കാർ മണ്ണിൻ്റെ അടിയിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെയുള്ള ലോക്കൽസിനൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആ സ്ഥലം കാണിച്ചു കൊടുക്കാനും അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ആരാവശ്യം വരും? നേവിനെയോ എയർഫോഴ്സിനെയോ അതുപോലെ കോസ്റ്റ് ഗാർഡിനെയൊക്കെ ആവശ്യം വരും, ആർമീനെയൊക്കെ. അപ്പം നിങ്ങൾ കാണുന്നില്ലേ, കേരളത്തിൽ പല ദുരന്തം ഉണ്ടാകുമ്പോൾ ആർമി വരാറുണ്ട്, നേവിയിലുള്ള ആൾക്കാർ വരാറുണ്ട്. കാരണം എന്താണ്? അത് ലോക്കലായിട്ടുള്ള ആൾക്കാർക്ക് സെർച്ച് റെസ്ക്യൂ വഴി സാധിക്കാത്തതുകൊണ്ടാണ്. സോ അതാണ് അവർ വരുന്നത്. അതിനെയാണ് പ്രൊഫഷണൽ ഹെൽപ്പ് എന്ന് പറയാം. ഇവരെയാണ്, ഈ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് എമർജൻസി ഏജൻസീസ്, ദ സ്പെഷ്യൽ ഗ്രൂപ്പ്സ് വിത്തിൻ എമർജൻസി ഏജൻസീസ്. അപ്പൊ എമർജൻസി ഏജൻസീസിൽ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഈ നേവിയിലെയും ആർമിയിലൊക്കെ ആൾക്കാർ. അവരൊക്കെ നമ്മൾ ഹെൽപ്പിന് വിളിക്കും, അവർ വരും, അവർ സഹായിക്കാൻ വേണ്ടി തുടങ്ങും. Primarily, search and rescue operations are undertaken to save the maximum possible number of victims who are trapped in an area affected by a disaster. ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂവിൽ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങളെ ഏറ്റവും കൂടുതൽ രക്ഷിക്കുക എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഇതൊരു ഫോർ എക്സാമ്പിൾ ആണ്. ഒരു ബിൽഡിങ്ങിന്, ഒരു 10 നിലയുള്ള ബിൽഡിങ്ങിന് തീപിടുത്തം ഉണ്ടായെന്ന് വിചാരിക്കുക. ഒരു നില മൊത്തം കത്തി നശിച്ചു. അപ്പം അവിടെ കുറേ ആൾക്കാർ കുടുങ്ങിയിട്ടുണ്ടാവും. അപ്പം അതിൽ നിന്ന് മാക്സിമം ആൾക്കാരെ ജീവനോടെ രക്ഷിക്കുക എന്നുള്ളതാണ് ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും കൂടുതൽ അവിടെയുള്ള ഏരിയയിൽ നമ്പർ ഓഫ് വിക്ടിംസിനെ ഹു ആർ ട്രാപ്ഡ് ഇൻ എൻ ഏരിയ ഹാവ് ടു സേവ്, അല്ലെ? അവരെ എന്തായാലും സേവ് ചെയ്യണം. അപ്പം മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് വിക്ടിംസിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് ഈ സെർച്ച് ആൻഡ് റെസ്ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
The basic aim of all such operations is to ensure the survival of the maximum possible number of affected people. A plan worked out with the help of local people through the surveys and appropriate steps are taken by the various teams involved to carry out the operation. Besides physical rescue, the aim of a systematic and organized approach is in a post disaster situation riddled with chaos and confusion. അപ്പൊ സെർച്ചു അതുപോലെ റെസ്ക്യൂ രണ്ടിന് സെർച്ചിന്റെ റെസ്ക്യൂന്റെ ബേസിക് എയിം ഈസ് ഓൾവേസ് ടു സച്ച് ഓപ്പറേഷൻസ് ടു എൻഷുർ ദ സർവൈവൽ ഓഫ് മാക്സിമം പോസിബിൾ നമ്പർ ഓഫ് എഫക്റ്റഡ് പീപ്പിൾ. ആ ദുരന്തം ബാധിച്ച മാക്സിമം ആൾക്കാരെ രക്ഷിക്കുക, ഇല്ലെങ്കിൽ അവരെ സർവൈവ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അവരുടെ ജീവൻ എൻഷുർ ചെയ്യുക, സേവ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പറയാനുള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് സെർച്ച് ആൻഡ് റെസ്ക്യൂ. സെർച്ച് ആൻഡ് റെസ്ക്യൂവിന്റെ ഷോർട്ട് ഫോം ആണ് സാർ ഇല്ലെങ്കിൽ SAR. ഓക്കെ, അപ്പോൾ സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന് എഴുതുന്നതിന് പകരം നിങ്ങൾ SAR എന്ന് എഴുതി കഴിഞ്ഞാലും അത് മീൻ ചെയ്യുന്നത് സെർച്ച് ആൻഡ് റെസ്ക്യൂ ആയിരിക്കും. Search and rescue, oftenly acronym by SAR, is a process of identifying the location of disaster victims who may be trapped in or isolated and bringing them to safely and providing them the medical attention after a disaster strikes. അപ്പോൾ വാട്ട് ഇസ് സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഒരു പോയിന്റ് കിട്ടിയ എന്താണ്? ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈങ് ദ ലൊക്കേഷൻ ഓഫ് ഡിസാസ്റ്റർ വിക്ടിംസ് who may be trapped or isolated and bringing them to safety and providing them with the medical attention after a disaster strikes. സിമ്പിൾ ആയിട്ട് എന്ത് പറയാം? ഒരു ദുരന്തം സംഭവിച്ചെടുത്തു നിന്നുള്ള ആൾക്കാരെ രക്ഷിക്കുകയും അവിടെ കുടുങ്ങിയിട്ടുള്ള ആൾക്കാരെ രക്ഷിക്കുന്നതും അതുപോലെ തിരിച്ചറിയുന്നതുമായിട്ടുള്ള പ്രൊസീജിയറിനെയാണ് എന്ത് പറയുന്നത്? സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്ന് പറയുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് റിപ്പീറ്റ് ആയിട്ട് ഇവിടെ പറയുന്നത്. സെർച്ച് ആൻഡ് റെസ്ക്യൂ ജനറലി ഇൻവോൾവ്സ് ലോക്കൽ പീപ്പിൾ. ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ കാര്യങ്ങളിൽ കൂടുതലായിട്ട് ഇടപെടാറുള്ളത്. എന്തിനു വേണ്ടി? ഈ വിക്ടിംസിനെ രക്ഷിക്കാൻ വേണ്ടി. കാരണം അവർക്ക് മാത്രമേ അവരുടെ നാട്ടുകാരെയും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ, സ്ഥലമൊക്കെ. അതുകൊണ്ടാണ് കൂടുതലായിട്ട് അവർ ഇൻവോൾവ് ചെയ്യുന്നത്. അതല്ലാണ്ട് ഈ SAR ടീംസിൽ സ്നിഫർ ഡോഗ് ഉണ്ടാവും. സ്നിഫർ ഡോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണം പിടിക്കാൻ കഴിയുന്ന വളരെ എന്താണ് ട്രെയിൻ ചെയ്തിട്ടുള്ള ഡോഗ്സ് ആണ്. അവരെ യൂസ് ചെയ്യും. കാരണം എന്താണ്, മണ്ണിന്റെ അടിയിലൊക്കെ ആളുകൾ പെട്ടിട്ടുണ്ടെങ്കിൽ മണം പിടിച്ച് പോകാൻ പറ്റും. പോലീസ് ഡോഗിനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതാണ്. അതുപോലെ ഹെവി മെഷീൻസ് യൂസ് ചെയ്യും. ക്രെയിന്, എർത്ത് മൂവേഴ്സ്, അതായത് JCB പോലെയുള്ള കാര്യങ്ങളൊക്കെ മണ്ണ് മാന്താനും ബിൽഡിങ്ങിന്റെ വേസ്റ്റ് മാറ്റാനൊക്കെ ആയിട്ട് അത് ഉപയോഗിക്കും. എന്തില്? സെർച്ച് ആൻഡ് റെസ്ക്യൂല് ഉപയോഗിക്കും. പിന്നെ എന്താണ്, അതുപോലെ ഈ സോണാർ, റഡാർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ് സൗണ്ട്സ്, ഗാമ വേവ്സ്, റേഡിയോ വേവ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അവരെന്ത് ചെയ്യും? ആളുകളോ എന്തെങ്കിലും സാധനം മണ്ണിനടിയിലുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കും. അതൊക്കെ നല്ല കാലാവസ്ഥയാണെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ. അതും കൂടി ഓർത്ത് വെക്കുക. In case of flood and cyclones, boats and helicopters are used to carry out the search and rescue operations by forming teams and carrying out SAR operations in entire area systemically. Each team covering its assigned sectors. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ഈ സ്നിഫർ ഡോഗിനെയും അതുപോലെ എർത്ത് മൂവേഴ്സും ക്രെയിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഭൂമിയിൽ നടക്കുന്ന അല്ലെങ്കിൽ മണ്ണിൽ നടക്കുന്ന കാര്യങ്ങൾക്കാണ്. അപ്പൊ ഈ കടലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൈക്ലോണ്, ഫ്ലഡ് ഒക്കെ ഉണ്ടാകുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? അപ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഹെലികോപ്റ്റർ, ബോട്ടുകളൊക്കെ യൂസ് ചെയ്യുന്നത്. ബോട്ട്, ഹെലികോപ്റ്റർ ഒക്കെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മളിവിടെ ഫ്ലഡ് വന്നപ്പോൾ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾ എന്ത് കൊണ്ടുവന്നു? അവരുടെ ബോട്ടുകളൊക്കെ ആയിട്ടാണ് ആളുകളെ രക്ഷിക്കാൻ വേണ്ടി വന്നത്. അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. പിന്നെ ഹെലികോപ്റ്റേഴ്സ് യൂസ് ചെയ്തല്ലേ? എന്തിനു വേണ്ടി? പലയിടത്തും ആളുകൾ കുടുങ്ങി വരുന്നവരെ രക്ഷിക്കാൻ വേണ്ടി ഹെലികോപ്റ്റേഴ്സ് വന്നു. ഇതൊക്കെ ഫ്ലഡ്, സൈക്ലോണിന്റെ സമയത്ത് പറയാം. എർത്ത് ക്വേക്ക് ഒക്കെ വരുമ്പോൾ നമുക്ക് സ്നിഫർ ഡോഗ്, അതുപോലെ എർത്ത് മൂവേഴ്സ് ഒക്കെ പറയാം. ഓക്കെ. After search and the rescue and evacuation, some important steps are required to be taken in order to provide relief to the evacuees. The prime among them is their medical aid, water and food, shelter, temporary subsistence supplies, health and sanitation, information and security.
ഇതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഒരാളെ രക്ഷിച്ചു, ഇല്ലെങ്കിൽ ഒരാളെ നമ്മൾ കണ്ടുപിടിച്ചു, സെർച്ച് ചെയ്തോ റെസ്ക്യൂ ചെയ്തോ ഇവാക്യുവേഷനിലൂടെ നമ്മൾ ഒരാളെ രക്ഷിക്കുന്നു എന്ന് വിചാരിക്കാം. അവർക്ക് നെക്സ്റ്റ് എന്താണ് കൊടുക്കേണ്ടത്? ഈ ഇങ്ങനെ ഇവാക്യുവേഷൻ ചെയ്യപ്പെട്ട ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മെഡിക്കൽ എയ്ഡ്. ഒരാളെ രക്ഷിച്ചു വരുമ്പോൾ ചിലപ്പോൾ അയാൾക്ക് അയാളുടെ മെന്റലി വീക്ക് ആയിരിക്കാം, ചിലപ്പോൾ കൈകാലുകൾ മുറിഞ്ഞിട്ടുണ്ടാവാം. അപ്പൊ അതിന് വേണ്ട മെഡിക്കൽ എയ്ഡ്സ് കൊടുക്കുക എന്നുള്ളതാണ് ആദ്യ കാര്യം. പിന്നെ വെള്ളം, ഫുഡ്, വാട്ടർ ആൻഡ് ഫുഡ്. അപ്പൊ സെർച്ച് ആൻഡ് റെസ്ക്യൂ എന്താന്ന് എഴുതുമ്പോൾ ഇതൊക്കെ എഴുതുക. ഇങ്ങനെ രക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് മെഡിക്കൽ എയ്ഡ്, വാട്ടർ, ഫുഡൊക്കെ കൊടുക്കും. പിന്നെ എന്താണ്, ഷെൽട്ടർ ആവശ്യമാണ് അല്ലെ. എന്തിനാണ് ഷെൽട്ടർ? കാരണം അവര് ചിലപ്പോൾ ഒരു ദുരന്തത്തിൽ വീടൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഷെൽട്ടർ കൊടുക്കണം. മാത്രമല്ല അപ്പൊ ജീവിക്കാനുള്ള, കുറച്ച് നാളത്തേക്ക് ജീവിക്കാനുള്ള അരിയും സാധനങ്ങളും വസ്ത്രങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അവരുടെ ഹെൽത്ത്, അതുപോലെ സാനിറ്റേഷൻ, വൃത്തി തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെന്താണ്, ഇൻഫർമേഷൻ ആൻഡ് സെക്യൂരിറ്റി. അവർക്ക് വിവരങ്ങൾ കൈമാറുക, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെന്താണ്, അവർക്ക് സെക്യൂരിറ്റി കൊടുക്കുക, അവർക്ക് ആരുമില്ല എന്നുള്ള തോന്നൽ വരുത്താതിരിക്കുക. ഇതാണ് നമ്മൾ ഒരു സെർച്ച് ആൻഡ് റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞാലുള്ള ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, അടുത്തത് ഫേസസ് ഓഫ് സാർ. സാർ is carried out for different categories of affected people depending on the complexities of process involved. This is illustrated as follows. അപ്പൊ സെർച്ച് ആൻഡ് റെസ്ക്യൂ പല സ്റ്റേജുകളിലായിട്ടാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഇമ്മീഡിയറ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ഇങ്ങനെ 4 സ്റ്റേജായിട്ട് സെർച്ച് ആൻഡ് റെസ്ക്യൂവിനെ കൊടുത്തിട്ടുണ്ട്. അതിൽ ആദ്യത്താണ് ഇമ്മീഡിയറ്റ് സ്റ്റേജ്, വളരെ പെട്ടെന്നുള്ള ഒരു സ്റ്റേജ്. ഈ സെർച്ചിങ് റെസ്ക്യൂയിങ് പീപ്പിൾ വിത്ത് ഇഞ്ചുറീസ് എമംഗ് ദ ട്രാപ്ഡ് ഇൻ എഫക്റ്റഡ് ഏരിയ ദാറ്റ് വി സീ അറ്റ് ഫസ്റ്റ് സൈറ്റ്. ആദ്യം നമ്മളൊരു ദുരന്തം നടന്ന സ്ഥലത്ത് കാണുന്ന ആൾക്കാർ അല്ലേ, ചിലപ്പോൾ കൈയും കാലും കുടിഞ്ഞ് ഇങ്ങനെ കിടക്കുന്നവരായിരിക്കാം. അവരുടെ കാര്യങ്ങൾ നോക്കുന്നതാണ് ഈ ഇമ്മീഡിയറ്റ് സ്റ്റേജ്. അവരെ ഫസ്റ്റ് സെർച്ചിങ് ആൻഡ് റിസർച്ചിങ് സെക്ഷൻ. സെക്കൻഡ് വൺ ഈസ് ദ സെക്കൻഡ് സ്റ്റേജ്. ഇമ്മീഡിയറ്റ് എന്ന് പറയുന്നതും ഫസ്റ്റ് സ്റ്റേജും ഒന്നാണ്. സെക്കൻഡ് സ്റ്റേജിൽ ദ റെസ്ക്യൂ പേഴ്സൺ whom we are able to contact but area unable to reach. These people are who may be trapped under heaps of rubble from a collapsed building, or are people stuck on trees and high-rise buildings, or trapped inside the basements. സെക്കൻഡ് എന്ന് പറയുന്നത് നമുക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ രക്ഷിക്കാൻ കുറച്ച് കഷ്ടമുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ, ഇപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പെട്ടുപോയ ആൾക്കാർ അല്ലെ, ചുറ്റും തീ പിടിക്കുന്നു, ഒരാൾ ഉള്ളിൽ ബാക്കിയാവുന്നു, അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഫസ്റ്റ് രക്ഷിക്കാൻ പറ്റില്ല, കാരണം നമുക്ക് അവരെ കാണുന്നില്ല. നമ്മൾ വീണ്ടും സെർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവരൊക്കെയാണ് സെക്കൻഡ് സ്റ്റേജിൽ രക്ഷിക്കുന്നത്. തേർഡ് സ്റ്റേജ് ഇൻക്ലൂഡ്സ് searching those areas where survivors are likely to be trapped. Generally, they are called likely survival points. രക്ഷപ്പെട്ടാൽ തന്നെ ജീവൻ നിലനിർത്താൻ സാധ്യത കുറവുള്ള ആൾക്കാരെയാണ് ഈ തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജിലൊക്കെ കണ്ടുപിടിക്കുന്നത്. കാരണം എന്താണ്, they includes searching areas where survivors are likely to be trapped. അതായത് ജീവനുള്ളവർ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയകളിൽ നടത്തുന്ന സെർച്ചാണ് ഈ തേർഡ് സ്റ്റേജിൽ പറയുന്നത്. ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ലൈക്ലി ടു സർവൈവൽ പോയിന്റ്സ് ഈസ് ക്ലിയർഡ്. എല്ലാം കഴിഞ്ഞ് നോക്കുന്നതാണ് ഈ ഫോർത്ത് സ്റ്റേജിലുള്ള സ്ഥലം. ഓക്കെ, ഇത്രയാണ് ഇതിലുള്ളത്. അടുത്തത് ലോജിസ്റ്റിക്സ് ആൻഡ് മെത്തേഡ്സ് ഉണ്ട്. പിന്നെ ഇതിലെ കുറേ മെത്തേഡ്സ് പറയുന്നുണ്ട് റെസ്ക്യൂവിൻ്റെ ഭാഗമായിട്ടുള്ള, അതും കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് അടുത്ത വീഡിയോയിൽ ചെയ്യാം.